വനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം. 2-3 ദിവസമായി സ്ഥിതി കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ്. ആ മുറിവുകൾ വീണ്ടും പഴുത്തു തുടങ്ങുകയും അതിൻ്റെ ഫലമായി വലിയ പീഡനം ആ മൃഗം ആന ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെ നടത്തിയ ദൗത്യത്തിൻ്റെ ഫലമായി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറിവുകൾ വൃത്തിയാക്കി ആവശ്യമായ മരുന്നുകൾ നൽകി ആ ആനയെ കുങ്കിയാനകളുടെയും മറ്റും സഹായത്തോടെ ആംബുലൻസിൽ കയറ്റി കോടനാട്ടിലേക്കുള്ള അവിടെയുള്ള വന്യമൃഗ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് തന്നെയുണ്ട്, ആനയുടെ അടുത്ത് തന്നെയുണ്ട്. ഈ ദൗത്യത്തെ സഹായിക്കാൻ കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. വാഹനം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. റോഡ് സൗകര്യം ഉണ്ടാക്കുന്ന ശ്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട എല്ലാ നടപടികളും എല്ലാ ശ്രമങ്ങളും വനം വകുപ്പിലെ ജീവനക്കാർ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഇടയുള്ളൊരു പ്രശ്നം മയക്കുവെടി വെച്ചതിൻ്റെ ഇഫക്റ്റിൽ നിന്നും ആന മോചിതനാകാനുള്ള ഏതാണ്ട് സമയം എടുത്തു കഴിഞ്ഞു. അതിനൊരു സമയം ഉണ്ട്. ആ സമയപരിധി കഴിയുമ്പോൾ ആ മയക്കത്തിൽ നിന്നും ഉണരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ അതിനു മുമ്പ് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആംബുലൻസിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 മണിക്കൂർ നേരം നിർണായകമാണ് എന്ന നിലയിലാണ് ഡോക്ടർമാരും അവിടുത്തെ വനംവകുപ്പിലെ മേധാവികളും എന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവർ ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇതിനപ്പുറത്തേക്ക് നിത്യമാർഗമുള്ള ആനയെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം. ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സിക്കുക എന്നതാണല്ലോ പ്രായോഗികം. കാട്ടിനുള്ളിലെ ചികിത്സ എന്ന് പറയുന്നത് അതും ശ്രമകരമായൊരു ജോലിയാണ്. അപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കോടനാട്ടിലെ ആന പരിപാലന സങ്കേതമാണ്. അവിടെ എത്തിക്കുക. അതിനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ ഇനിയിപ്പം ഈ മയക്കുവെടി വെച്ച ആനയെ കുങ്കിയാനയുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റുക എന്ന ജോലിയാണ്. അത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോടനാട്ടേക്ക് എത്തിക്കുന്നതിനും പിന്നെ ആംബുലൻസിൽ നിന്ന് താഴെ എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കും. ഏതായാലും ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന നിലപാടാണല്ലോ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നല്ലത് വരട്ടെ. നല്ലത് വരട്ടെ എന്നാണ് വനമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും ശുഭപ്രതീക്ഷയോടെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നു. കഴിവിന്റെ പരമാവധി അവരവിടെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലും അത് കാണാം.